Hello everyone, happy Wednesday. Hope everybody is doing well today. Okay, കുറച്ചും കൂടി വെട്ടമുള്ള സ്ഥലത്തേക്ക് വന്നു. യെസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇറ്റ്സ് ബീൻ എ വൈൽ ഐ ഹാവ് നോട്ട് കം ലൈവ് ബൈ മൈ സെൽഫ്. ഞങ്ങൾ കൂടുതൽ റീൽസിലാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ബിക്കോസ് Facebook has a new kind of thing that the live videos will be going deleted in every 30 days. So I just concentrate a little bit more on doing reels and apart from our team go lives. നമ്മുടെ ടീമായിട്ടുള്ള ഗോ ലൈവ് ആണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. But anyway, today I just want to I can't express I'm so happy. I just want to express my happiness and I want to share that happiness with all of you all my viewers, all my followers, all the people who are being motivated by me because കഴിഞ്ഞൊരു 2 ആഴ്ചയായിട്ട് ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് മൈ ബിസിനസ് ഇസ് ബീൻ കണ്ടിന്യൂസ്ലി ഷവറിംഗ് വിത്ത് ബ്ലെസ്സിങ്സ്. Not only for me, for the people who have been coaching and training. ഞാൻ കോച്ച് ചെയ്യുന്നതും ഞാൻ ഹെൽപ്പ് ചെയ്യുന്ന അതർ ബിസിനസ് പാർട്ട്നേഴ്സിനും ആ ബിസിനസ് ബ്ലെസ്സിങ്സ് വരുന്നത് കാണുമ്പോൾ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ and I know a lot of people are still stuck there തിങ്കിങ് ദാറ്റ് ഓക്കെ ഇത് ലെജിറ്റ് ആണോ, ഇത് എനിക്ക് ശരിയാകുമോ, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് കുറേ പേര് സ്റ്റക്കായിട്ടിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഐ നോ എ ലോട്ട് ഓഫ് പീപ്പിൾ ബിക്കോസ് സം പീപ്പിൾ വെബിനാർ കണ്ടിട്ട് സ്റ്റക്കായി നിൽക്കുന്നവരുണ്ട്, ചിലവർ 149 പേ ചെയ്തിട്ട് സ്റ്റക്കായി നിൽക്കുന്നവരുണ്ട്. ടു ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ഐ ജസ്റ്റ് വോണ്ട് ടു സേ വൺ തിങ്, believe in yourself. If you believe in your നമ്മുടെ മനസ്സിൽ നമുക്ക് ആ സക്സസ് ബിലീവ് ചെയ്താൽ that will happen in your life. You need to have a very positive mental attitude. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. ആൻഡ് യു ഡോണ്ട് ഹാവ് ടു വറി. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫിയറോ ഡൗട്ടോ ഒക്കെ ഉള്ള ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ അങ്ങനെയൊക്കെ ഉള്ള ഡൗട്ട്സും ഫിയേഴ്സ് ഒക്കെ തരുന്ന ആളുകളാണെങ്കിൽ ഡോണ്ട് വറി, വി ഹാവ് എവറിത്തിങ് റെഡി ഫോർ യു. നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ഷിഫ്റ്റ് നടത്താനും മൈൻഡ് സെറ്റിലൊരു ട്രെയിനിങ് തരാനും ഒക്കെ നമ്മുടെ സിസ്റ്റത്തിന് കേപ്പബിലിറ്റി ഉണ്ട്. ആ സിസ്റ്റം, ആ ബിസിനസ് മോഡൽ ഹാസ് ദ കേപ്പബിലിറ്റി or has the trainings to even shift your mindset, and I am one of that person. I want to proudly say that I am one of that person who was very low in confidence, who was very low in mindset. നമ്മളുടെ ഒരു ലൈഫിലെ പല സാഹചര്യങ്ങൾ കാരണം എൻ്റെ മൈൻഡ് സെറ്റ് വളരെ ലോ ആയിട്ടിരിക്കുന്ന അവസരത്തിൽ, അല്ലെങ്കിൽ എൻ്റെ കോൺഫിഡൻസ് ലെവൽ വളരെ വളരെ ബോട്ടം ലെവലിൽ ഇരിക്കുന്ന സമയത്തൊക്കെ അവിടെ നിന്നെല്ലാം എന്നെ ഷിഫ്റ്റ് ചെയ്ത് എന്നെ ഗ്രോ ചെയ്ത് എന്നെ ഈ ഒരു കേപ്പബിലിറ്റിയിലേക്ക് എത്തിച്ചത് ഈ ബിസിനസ് മോഡലിലെ ട്രെയിനിങ്സും കോച്ചസും ലീഡേഴ്സും കമ്മ്യൂണിറ്റിയും ഒക്കെയാണ്. ആൻഡ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ആൻഡ് ഐ കാൺട്ട് എക്സ്പ്രസ് ഹൗ മച്ച് ഐ ഷുഡ് ബി താങ്ക്ഫുൾ ടു each and every one of the people who have been helped me in this journey. And today I am so happy and proudly I can say that whatever I learned, whatever shift I happened to me, I am just passing it to my business partners. And business partners like ഞാൻ ആ ഒരു ഗ്രോത്ത് ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. And I can see people who take action on that as seeing the results. Every single day they can see the results coming. And believe me, ഇതൊരു ക്വിക്ക് റിച്ച് ആയിട്ടുള്ള ഒരു സ്കീമോ അല്ലെങ്കിൽ കുറച്ച് കാശിട്ട് നമുക്ക് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്ത് വരുന്ന ഒരു ക്വിക്ക് റിച്ച് സ്കീം ഒന്നും അല്ല ഇത്. ദിസ് ഇസ് എ റിയൽ ബിസിനസ്. യു ഹാവ് ടു ഹാവ് ദാറ്റ് മൈൻഡ് സെറ്റ് ടു ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്, യുവർ ബിലീവ്സ്. നമ്മൾ ഇത്രയും വർഷം നമ്മൾ കൊണ്ടു നടന്ന കുറെ ബിലീവ്സ് ഉണ്ട്. ലൈക്ക് നമുക്ക് എന്താ പറയണ, ഒരു എംപ്ലോയി മൈൻഡ് സെറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉണ്ട് നമുക്ക്. അതെന്നൊക്കെ മാറിയിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ്, അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് ദ ഷിഫ്റ്റ് വിൽ ഹാപ്പൻ, ദ ചേഞ്ച് വിൽ ഹാപ്പൻ ആൻഡ് ദ സക്സസ് വിൽ കം ടു യു. I am 100% sure, because if you can hold it in your mind, you can hold it in your hand. People like us, ഞാനൊരു സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു മലയാളി ലേഡിയാണ്. I have nothing എന്താ പറയുക, ഒരു ബിഗർ എക്സ്പോഷറോ അല്ലെങ്കിൽ ഞാനൊരു എക്സ്ട്രാordinary സ്കിൽസ് ഉള്ള ആളല്ല. ഐ എം ജസ്റ്റ് എൻ ഓർഡിനറി പേഴ്സൺ. ഓർഡിനറി മീൻസ് വെരി ഓർഡിനറി ഫാമിലിയിൽ വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ. വളരെ ഒരു സാധാരണ സ്കൂളിൽ പഠിച്ചു, സാധാരണ കോളേജിലൊക്കെ പോയിട്ട്
ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യാണ്ട് ഇൻഫാക്ട് എൻ്റെ ചേർച്ചിൽ മാത്രം, എൻ്റെ പള്ളിയിൽ മാത്രമാണ് ഞാൻ കുറച്ച് ആക്റ്റീവായിട്ട് ചെലവഴിച്ചത്. എൻ്റെ ടീനേജിലും യൂത്തിലൊക്കെ ഞാൻ പള്ളിയുടെ കാര്യത്തിലൊക്കെ കുറച്ച് ആക്റ്റീവായിരുന്നു. അത്യാവശ്യം കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള ഒരാൾ മാത്രമായിരുന്നു ഞാൻ. And after my marriage, I didn't even work for a while because I was for concentrating to take care of my family. ഞാൻ കാനഡയിൽ വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ജോബിന് പോയത് പോലും. ആൻഡ് യുനോ അത് അപ്പൊ നമുക്ക് കുറെ പഠിച്ചെല്ലാം കഴിഞ്ഞ് കുറെ നാൾ നമ്മൾ ജോലി ഇല്ലാണ്ട് ഇരിക്കുമ്പോഴൊക്കെ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കുറയും. യു വിൽ ഫീൽ ലൈക്ക് യു ആർ ഡിപ്പെൻഡന്റ് ഓൺ യുവർ ഹസ്ബൻഡ് ഓർ യുനോ someone else. അങ്ങനെയൊക്കെ ഉള്ള ലോ കോൺഫിഡൻസിലൂടെയൊക്കെ വളർന്ന് ജീവിച്ച്, കൂടാതെ നമുക്കറിയാം പല പല സാഹചര്യങ്ങൾ കൊണ്ടും നമ്മുടെ മനസ്സിന് ഒത്തിരി വിഷമങ്ങളും നമ്മുടെ മനസ്സിൽ ഒത്തിരി പ്രയാസങ്ങളും ഒക്കെ കാരണം നമ്മൾക്ക് കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞു വരും. ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് ദ വേൾഡ് ഗിവ്സ് യു. വേൾഡ് വിൽ ഗിവ് യു ഓൾ ദ നെഗറ്റിവിറ്റി ടു യു ആൻഡ് യു വിൽ ബി റിസീവിങ് എവറിത്തിങ്. ആൻഡ് അന്ന് എനിക്ക് അറിയില്ലായിരുന്നു നമ്മൾക്ക് അത്രയും ഒരു എന്താ പറയാ കോൺഫിഡൻസ് ലെവല് എന്ന് പറയുന്ന സംഭവം നമ്മളുടെ ഈ ഒരു ചുറ്റുമുള്ള എൻവയറമെന്റൽ ഫാക്ടേഴ്സ്, അതായത് നമ്മുടെ വീടുകളിൽ നടക്കുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കാരണം നമ്മുടെ ഈ ഒരു കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞു പോണ ഒരു ഫീലിംഗ് ഒന്നും അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ബട്ട് വെൻ ഐ കെയിം ഇൻ ടു ദിസ് കൺട്രി, അതായത് കാനഡയിൽ വന്ന് ജോലിക്ക് പോയി, അപ്പോഴും എനിക്ക് അധികം മനസ്സിലായില്ല. ഐ വാസ് ജസ്റ്റ് തിങ്കിങ് ഐ എം ജസ്റ്റ് എ നോർമൽ പേഴ്സൺ, ഇതൊക്കെ ആയിരിക്കും എല്ലാവരുടെ മനസ്സിൽ. ബട്ട് ഞാനൊരു community of people where everybody was positive, where everybody was changing their life. അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ കാണുന്നു, അവർ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്കൊക്കെ വരുന്നു, അവര് എന്താ പറയുക കംഫർട്ട് ലെവലിൽ നിന്നൊക്കെ മാറിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, ആൻഡ് ദേ ആർ ഗെറ്റിംഗ് സക്സസ്ഫുൾ എന്ന് കണ്ടപ്പോഴാണ് ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് വൈ കാണ്ട് ഐ ഡു ഇറ്റ്. എനിക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദർ ഇസ് എ ലോട്ട് ബിഹൈൻഡ് ഇൻ യുവർ മൈൻഡ്. ആ മൈൻഡിൽ ഒരു ഷിഫ്റ്റ് വരുക അല്ലെങ്കിൽ മൈൻഡ് സെറ്റിൽ ഒരു ഗ്രോത്ത് വരുക എന്നുള്ളതാണ് നമ്മൾ ഏത് ബിസിനസ് ആയാലും എന്ത് കാര്യത്തിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഫോക്കസിങ് ഓൺ ഇറ്റ്. ഈവൻ നൗ ഐ എം ഡൂയിങ് ഇറ്റ്. ആ ഒരു മൈൻഡ് സെറ്റിലുള്ള ഫോക്കസ് ആണ് എൻ്റെ ഗ്രോത്തിലെ ഏറ്റവും വലിയ പാർട്ട് പ്ലേ ചെയ്തേക്കുന്നത്. ബിക്കോസ് നമുക്കറിയാം സ്കിൽസ് നമുക്ക് പഠിക്കാൻ പറ്റും, കാരണം നമ്മൾ അത് ഹെൽപ്പ്. പക്ഷെ മൈൻഡ് സെറ്റിലെ ഗ്രോത്ത് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഒട്ടുമിക്ക ആൾക്കാർക്കും അവർക്ക് അവരെ തന്നെ ബിലീഫില്ല. ഞാൻ സക്സസ്ഫുൾ ആകുമോ അറിയില്ല, എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അറിയില്ല, എനിക്ക് ഇത് കാര്യം ചെയ്യാൻ പറ്റുമോ അവർക്കറിയില്ല. ദേ ഡോണ്ട് നോ. ദേ ആർ ഓൾവേസ് ഫിയറിങ് ദംസെൽവ്സ്, ദേ ആർ ഡൗട്ടിങ് ദംസെൽവ്സ്. അവർക്ക് ഒന്നിലും ഒരു എന്താ പറയണ ഒരു എംപ്ലോയി ഒരു ജോലി ഏൽപ്പിച്ചാലേ അവർക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ പവർ വേണം. ആ പവറാണ് മൈൻഡ് സെറ്റ് പവർ അല്ലെങ്കിൽ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ്. ആൻഡ് യു നോ അബൌട്ട് ഇഫ് യു ഡോണ്ട് ഹാവ് ദാറ്റ്സ് ഓക്കെ, യു ഡോണ്ട് ഹാവ് ടു വറി. നമുക്കത് എങ്ങനെ മാറ്റാം, എങ്ങനെ നമുക്ക് മൈൻഡ് സെറ്റിൽ ഒരു ഷിഫ്റ്റ് വരുത്താമെന്നൊക്കെ നമ്മുടെ ബിസിനസ് മോഡലിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോച്ചസ് ഉണ്ട്. ബോബ് പ്രാക്ടർ പോലെയുള്ള ആളുകളുടെയൊക്കെ കോച്ചിങ് കിട്ടിയ അല്ലെങ്കിൽ നെപ്പോളിയൻ ഹിൽ എന്നൊക്കെ പറയുന്ന വലിയ വലിയ മൈൻഡ് സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ ട്രെയിനിങ് എടുത്ത ആളുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഇതെല്ലാം പറഞ്ഞു തരും. നമ്മൾ ട്രെയിൻ ചെയ്യും, നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡ് എന്താണ്, ഇതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് പറഞ്ഞു തരും അവർ. നമുക്ക് അവര് ഒത്തിരി കാശ് കൊടുത്ത് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുമ്പോഴൊന്ന് ആലോചിച്ച് നോക്ക്. സോ അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും നമുക്ക് കിട്ടും നമ്മുടെ ഈ ബിസിനസ് മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ. ആൻഡ് യു ക്യാൻ ഷുവർലി സീ how when you shift your mind you will start seeing the success coming to your life, and how you will be attracting the positivity and abundance and prosperity and everything, whatever you want, it will come to your life. And that is what I have been manifesting all these days, and I can see it happening right in front of my eyes, and I am so grateful to each and everyone. Especially I want to thank my business partners who have been so much closely working with me. ഞാൻ പറയുന്ന കാര്യങ്ങളും മനസ്സിലാക്കി എൻ്റെ ഒപ്പം പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളുണ്ട് എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സിൽ. ആൻഡ് ഐ നോ കാർത്തിക ഈസ് വാച്ചിങ് മീ. ഷീ ഈസ് വൺ ഓഫ് ദോസ് പേഴ്സൺ, ആൻഡ് ഐ can see the results coming into their business, and I'm so happy and glad. And I'm sure like anybody who's watching me this live, and if you're interested to start something, especially if you're interested to start a legit business in the online space, you know, don't hesitate. നിങ്ങൾ മടി പിടിച്ചിരിക്കാണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യാണ്ട് just take the action.
ഡോണ്ട് ഈവൺ നിങ്ങൾ ഒരു സെക്കൻഡ് ഒരു മറ്റൊരാളുടെ ഒപ്പീനിയൻ പോലും നിങ്ങൾ ചോദിക്കരുത്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളാണ് ഇതിന്റെ ലൈഫില് പൂർണ്ണമായ കൺട്രോളിലുള്ള ആള്. മറ്റൊരാൾക്ക് നിങ്ങളുടെ ഡ്രീംസ്, ഈവൻ യുവർ ഹസ്ബൻഡ് മൈറ്റ് നോട്ട് നോ വാട്ട് യുവർ ഡ്രീംസ് ആർ. നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഡ്രീംസ് ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങളുടെ ഡ്രീംസ്. യുവർ ഡ്രീംസ് മൈറ്റ് ബി ഡിഫറെന്റ് ഫ്രം യുവർ സ്പൗസ്, യുവർ ഫാദർ, യുവർ മദർ, യുവർ സിബ്ലിങ്സ്, even your children, they all have different dreams. So നമ്മൾക്ക് നല്ലതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. കാരണം നമ്മുടെ ലൈഫ് വളരെ ഷോർട്ടാണ്, വളരെ ഷോർട്ട് സ്പാനുള്ള ലൈഫാണ് നമ്മുടെ. അപ്പം നമുക്ക് ആ സമയത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മളെ തന്നെ നമ്മൾ ഇൻ ദ എൻഡ് ഓഫ് ദ നമുക്കൊരു ലൈഫിലൊരു ടുവേർഡ്സ് ദ എൻഡ് ഒക്കെ ആകുമ്പോൾ വി നീഡ് ടു ബി പ്രൗഡ് ഓഫ് അവർ സെൽഫ്സ്. യെസ്, ഐ ഡിഡ് വാട്ട് ഐ തോട്ട് ഐ കുഡിൻ ഡു. എനിക്ക് ചെയ്യണമെന്ന് തോന്നിയ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എങ്കിലും നമുക്ക് ഇൻ ദ എൻഡ് ഓഫ് ദ ലൈഫിൽ വരണ്ടേ. And I'm so happy today. I just thought live cheyano vendadannokke njan aalochengilum, then I thought no, I'm just going to do it. I'm so happy. Kartika, thank you so much for watching me. Vishnu Priya is watching me. Sheetal Jidin is watching me. Thank you so much. Thank you each and everyone. So all I have to say to each and every people who are watching the replay again, just don't doubt yourself. Just don't have that fear inside you. You have your dreams inside. Let the dreams come to reality. If you can think in your mind your dreams, it will come into the live ആയിട്ട് വരും നിങ്ങളുടെ മുമ്പിലേക്ക്. And this might be the tool, or this business might be the opportunity that God is showing you to dreams fulfill ചെയ്യാനുള്ള ഒരു പാത്ത് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഇതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ദൈവം കൊണ്ടുതരുന്നത്. ആൻഡ് ഫോർ മീ ഡെഫിനറ്റ്ലി ദിസ് ഇസ് ദ ഓപ്പർച്യൂണിറ്റി, ഓർ ദിസ് ഇസ് ദ അപ്പോയിന്റ്മെന്റ് വിത്ത് ഗോഡ്, ഡിവൈൻ അപ്പോയിന്റ്മെന്റ് എന്ന് ഞാൻ പറയും. ദറ്റ് ഗോഡ് ഹസ് ഷോൺ മീ ഇൻ മൈ ലൈഫ് ടു ചേഞ്ച് മൈ ലൈഫ്, ഇൻ മൈ പേഴ്സണൽ ലൈഫ്, my married relationship life, as a mother, as a daughter, I have changed. And ഈവൻ മൈ മോം, എൻ്റെ മദർ പോലും പറയും, നീ സംസാരിക്കുന്നത് കേട്ടാൽ എനിക്ക് പോലും ഭയങ്കര ഇൻസ്പിറേഷൻ ആണെന്നാണ്. സോ ഐ എം സോ ഹാപ്പി ടു ഹിയർ ഓൾ ദാറ്റ്. ഈവൻ നമ്മുടെ സ്വന്തം മമ്മിയുടെ വായിന്ന് അങ്ങനെ കേൾക്കണ കാണുമ്പോൾ ഐ എം സോ ഹാപ്പി ടു ലിസൺ അങ്ങനെ ഒരു വേർഡ്സ് നമുക്ക് കിട്ടുമ്പോൾ. സോ ഐ എം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. I just wanted to share this with everyone. So if you're interested, don't hesitate, reach out to me. I'll be happy to help you and guide you in this process. So thank you so much. Thank you, Kartika. Thank you each and everyone for watching me. Have a wonderful day. God bless you all.